ഹലോ എവ്രി വൺ, വെൽക്കം ടു റൈസ് അപ്പ് IAS. നമുക്ക് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ 2026 നോട്ടിഫിക്കേഷൻ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ചില സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ സമയത്ത് ദ പ്രൊസീജിയർ വിൽ ബി മച്ച് ഈസിയർ. അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, SC/ST റിസർവേഷൻ, OBC റിസർവേഷൻ അല്ലെങ്കിൽ EWS റിസർവേഷൻ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് റഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക് വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ EWS റിസർവേഷന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ആരൊക്കെയാണ് എലിജിബിൾ, എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ ആ EWS റിസർവേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. എന്താണ് EWS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്താണ് EWS റിസർവേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം 103rd അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം കൊണ്ടുവന്നാണ് എക്കണോമിക് വീക്കർ സെക്ഷന് വേണ്ടിയുള്ള ഒരു റിസർവേഷൻ എന്ന് പറയുന്നത്. അതായത് മറ്റ് റിസർവേഷൻ ഇല്ലാത്ത SC/ST OBC റിസർവേഷൻ ഇല്ലാത്ത ജനറൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് 10% പേർക്ക് എക്കണോമിക് വീക്കർ സെക്ഷനായ അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കറായ 10% പേർക്ക് റിസർവേഷൻ സ്റ്റാറ്റസ് കൊടുക്കുന്നതാണ് EWS എന്ന് പറയുന്നത്. സോ ബേസിക്കലി നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഗവൺമെൻറ് പറയുന്ന ചില എലിജിബിലിറ്റി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് താഴെയാണ് നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ എക്കണോമിക് വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ EWS സർട്ടിഫിക്കറ്റ് നമ്മൾ 10% റിസർവേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഒരു EWS എലിജിബിൾ ആയ ഒരാൾക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുന്നത് ജസ്റ്റ് നോക്കാം. ഇത് 2024 കട്ട് ഓഫ് ആണ്. 2024 UPSCയുടെ കട്ട് ഓഫ് ആണ്. 2025 വന്നിട്ടില്ല, 2024 എടുത്തിട്ടുള്ളത്. അപ്പോൾ EWS എലിജിബിൾ ആയ കാൻഡിഡേറ്റ്സിന് ആ കട്ട് ഓഫിൽ എത്രത്തോളം അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറലിൻ്റെ കട്ട് ഓഫ് വാസ് അറൌണ്ട് 87.98, അറൌണ്ട് 88 മാർക്സ് ആയിരുന്നു. എന്നാൽ EWSൻ്റെ 85.92, ഏകദേശം 2 മാർക്കിൻ്റെ വ്യത്യാസം പ്രിലിംസിൽ വന്നിട്ടുണ്ട്. OBCയേക്കാൾ കട്ട് ഓഫ് താഴെയായിരുന്നു EWSന് പ്രിലിംസിൻ്റെ സമയത്ത് 2024. ഇനി മെയിൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ജനറൽ കട്ട് ഓഫ് വാസ് 729, EWS കട്ട് ഓഫ് നോക്കൂ 696, ഏകദേശം ഒരു 33 മാർക്കിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. OBCയേക്കാൾ 6 മാർക്ക് കുറവായിരുന്നു EWSൻ്റെ കട്ട് ഓഫ്. ഇനി ഫൈനൽ മാർക്ക്, അതായത് ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിന് ചേർത്ത് നോക്കുമ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് 947 ആയിരുന്നു കട്ട് ഓഫ് എങ്കിൽ EWSന് 917. അതായത് മെയിൻസിനും ഫൈനൽ മാർക്സിനും അറൌണ്ട് 30 മാർക്സിൻ്റെ വ്യത്യാസം EWSും ജനറലും തമ്മിലുണ്ട്. സോ നിങ്ങൾക്ക് ബേസിക്കലി EWS നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലോവർ കട്ട് ഓഫ് ആയിരിക്കും കമ്പയർ ടു ദി ജനറൽ കട്ട് ഓഫ്. ഇനി സെക്കൻഡ്ലി നമുക്ക് അഡ്വാൻറ്റേജ് കാണാൻ പറ്റുക, ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി സർവീസ് അലോക്കേഷൻ. സർവീസ് അലോക്കേഷൻ്റെ കേസിൽ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 2024 തന്നെ റാങ്ക് ലിസ്റ്റാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറലിൽ ലാസ്റ്റ്, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. ജനറൽ കാൻഡിഡേറ്റിൽ IAS അലോക്കേറ്റ് ചെയ്ത ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് വരുന്നത് ഏകദേശം 80 ആണ്. അതായത് ടോപ്പ് 80ാമത്തെ റാങ്കിൽ വന്ന ആൾക്കാണ് ജനറലിൽ അവസാനമായി IAS കിട്ടിയിട്ടുള്ളത്. നേരെ മറിച്ച് EWSൽ നോക്കുകയാണെങ്കിൽ EWSൽ നമുക്കിവിടെ കാണാൻ പറ്റും അറൌണ്ട് റാങ്ക് 265 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, 265 വരെ ബേസിക്കലി ദേ ഹാവ് ഗോട്ട് ദി എലിജിബിലിറ്റി ടു ബി IAS ഓഫീസർ. അപ്പോൾ അത്രയും വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും ഇൻ ദി കേസ് ഓഫ് സർവീസ് അലോക്കേഷൻ ആസ് വെൽ. അപ്പോൾ കട്ട് ഓഫിൻ്റെ കേസിലും സർവീസ് അലോക്കേഷൻ്റെ കേസിലും EWS സർട്ടിഫിക്കറ്റ്സിന് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ഹോൾഡറിന് ദേ ആർ ഹാവിങ് ഗ്രേറ്റർ അഡ്വാൻറ്റേജ് കമ്പയർ ടു ജനറൽ. ഓക്കെ, ഇനി ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളത്, അതോ ഏജ് റിലാക്സേഷൻ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ EWSൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടോ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് റിലാക്സേഷൻ്റെ കേസിൽ EWS കാൻഡിഡേറ്റ്സിന് അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. നോർമൽ ജനറൽ കാൻഡിഡേറ്റിന് 6 അറ്റംപ്റ്റ്സ് ആണ്, അതേപോലെ തന്നെ 32 ഇയേഴ്സ് ആണ് നമുക്കറിയാം. ഇവിടെയും 32 ഇയേഴ്സ് തന്നെയാണ് എന്ത് EWS കാൻഡിഡേറ്റ്സിനും വരുന്നത്. നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടില്ല. ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? അവിടെയും മാറ്റങ്ങളില്ല. സോ ആ കാര്യത്തിൽ ഒരു ജനറൽ കാൻഡിഡേറ്റിൻ്റെ പോലെ തന്നെയാണ്. അതായത് യു വിൽ ബി ഗെറ്റിംഗ് 6 അറ്റംപ്റ്റ്സ് ഫോർ മാക്സിമം, അതേപോലെ അപ് ടു 32 ഇയേഴ്സ് തന്നെയാണ്. OBCക്കോ അല്ലെങ്കിൽ മറ്റ് റിസർവേഷനോ ഉള്ള പോലെയുള്ള മറ്റ് ഏജ് റിലാക്സേഷനോ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിലോ കൂടുതലോ ഇല്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അപ്ലിക്കേഷൻ ഫീയുടെ കേസിലാണ്. അപ്ലിക്കേഷൻ ഫീയിൽ ലൈക്ക് EWS കാൻഡിഡേറ്റ്സിന് ദേ നീഡ് ടു മേക്ക് ദി പേയ്മെൻറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഫീ. നോർമലി 100 രൂപയാണ് വരാറുള്ളത്. ആ 100 രൂപയിൽ നിന്നുള്ള ലൈക്ക് EWS കാൻഡിഡേറ്റ്സിന് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ദേ ഷുഡ് ബി ഓൾസോ പേയിങ് ദി ആപ്ലിക്കേഷൻ ഫീ. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിൻ്റെ കേസിലും ഏജ് റിലാക്സേഷൻ്റെ കേസിലും EWS സർട്ടിഫിക്കറ്റിന് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ബട്ട് കട്ട് ഓഫിൻ്റെ കേസിലും സർവീസ് അലോക്കേഷനിലും യു വിൽ ബി ഗെറ്റിംഗ് എ ഗ്രേറ്റർ അഡ്വാൻറ്റേജ്.
ഇനി എന്താണ് ബേസിക്കലി EWS സർട്ടിഫിക്കറ്റ്, എവിടെ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കത് എലിജിബിൾ ആണോ അല്ലയോ എന്ന് അറിയാം. ദിസ് ഫോം, ഇതാണ് ബേസിക്കലി EWS സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതിന് EWS സർട്ടിഫിക്കറ്റ് എന്നല്ല പറയുക, ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക. ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കറ്റിൻ്റെ ഞാൻ ഈ ഫോം ഇത് ഡൗൺലോഡ് ചെയ്തത് UPSCയുടെ വെബ്സൈറ്റിൽ തന്നെയാണ്. യു ക്യാൻ ഗോ ടു ദി upsc.gov.in. upsc.gov.in നിങ്ങളെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫോംസ് ആൻഡ് ഡൗൺലോഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോംസ് ആൻഡ് ഡൗൺലോഡ്സിൽ യു ക്യാൻ സീ ഓവർ ഹിയർ പ്രൊഫോമ ഫോർ സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ EWS എന്നൊരു ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു EWSൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, ലൈക്ക് ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മളെല്ലാം ഫില്ല് ചെയ്യേണ്ടത്, ഡേറ്റ്, വാലിഡ് ഫോർ ദ ഇയർ, ദ നെയിം, അതേപോലെ സൺ, ഡോട്ടർ, വൈഫ് ഓഫ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഈ ഫോമിൽ ബേസിക്കലി അഷ്യൂർ ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് നോക്കുക. The gross annual income of his or her family is below 8 lakh rupees for the financial year. അപ്പോൾ എലിജിബിലിറ്റി ഒന്നാമത്തെ കാര്യം എന്താണ്? 8 lakh rupeesന് താഴെയായിരിക്കണം എന്ത്? ഗ്രോസ് ആനുവൽ ഇൻകം 8 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, EWS സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് വേണ്ടി എക്സാമിന് അപ്ലൈ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. നമ്മൾ UPSC സെൻട്രൽ ഗവൺമെൻറ് കാര്യങ്ങളാണ് നോക്കുന്നത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും ഞങ്ങൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് താഴെയായിരിക്കണം. ഇത് മാത്രമാണോ? അല്ല. ഹിസ് ഓർ ഹെർ ഫാമിലി ഡസ് നോട്ട് ഓൺ പൊസസ് എനി ഓഫ് ദി ഫോളോയിങ് അസറ്റ്സ്. എങ്ങനെയാണ്? 5 acres ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് എബവ്. അപ്പോൾ 8 ലക്ഷം രൂപയുടെ ആനുവൽ ഇൻകം മാത്രമല്ല, അഗ്രികൾച്ചർ ലാൻഡ് 5 ഏക്കറിൽ താഴെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഓഫ് 1000 സ്ക്വയർ ഫീറ്റ് ആൻഡ് എബവ്. അപ്പോൾ വീട് 1000 സ്ക്വയർ ഫീറ്റ് താഴെയായിരിക്കണം. റെസിഡൻഷ്യൽ പ്ലോട്ട് ഓഫ് 100 സ്ക്വയർ യാർഡ്സ് ആൻഡ് എബവ് ഇൻ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസ്. റെസിഡൻഷ്യൽ പ്ലോട്ട്സ് ഓഫ് 200 സ്ക്വയർ യാർഡ്സ് ആൻഡ് എബവ് ഇൻ ഏരിയാസ് അതർ ദാൻ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസ്. നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസിലാണെങ്കിൽ 100 സ്ക്വയർ യാർഡ്. ഒരു സ്ക്വയർ യാർഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 2.05 സെൻറ്റിനടുത്തൊക്കെ ഏകദേശം വരും. അപ്പോൾ 100 സ്ക്വയർ യാർഡിന് താഴെയുള്ള വീടുകൾ റെസിഡൻഷ്യൽ പ്ലോട്ട് ആയിരിക്കണം മുനിസിപ്പാലിറ്റിയിൽ. ഇനി അത് റൂറൽ അല്ലെങ്കിൽ നോൺ മുനിസിപ്പാലിറ്റി റീജൻസ് ആണെങ്കിൽ 200 സ്ക്വയർ യാർഡിന് താഴെയായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, EWS സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ പറ്റുക. അപ്പോൾ ഈ ഫോമിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്, ഇവിടെ ഇൻകം ഇതിൽ താഴെയായിരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുക. ഇൻകം കവേർഡ് ഓൾ സോഴ്സസ്. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സാലറി, അഗ്രികൾച്ചർ, ബിസിനസ്, പ്രൊഫഷൻ, അപ്പോൾ അതായത് എല്ലാ തരത്തിലുള്ള ഇൻകവും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് 8 lakhs താഴെയായിരിക്കും എന്ന് പറയണത്. ഇനി എന്താണ് ഇവിടെ ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടേം ഫാമിലി ഫോർ ദിസ് പേർപ്പസ് ഇൻക്ലൂഡ് പേഴ്സൺ, അതായത് ആരാണോ റിസർവേഷൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്നു. ദെൻ ഹിസ് ഓർ ഹെർ പാരൻസ് and siblings below 18 years and also his or her spouse and children below the age of 18 years. അപ്പോൾ നിങ്ങൾ വരും, നിങ്ങളുടെ പാരൻസ് വരും, നിങ്ങളുടെ സിബ്ലിങ്സ് 18 വയസ്സിന് താഴെയാണെങ്കിൽ അവർ വരും, അതേപോലെ നിങ്ങളുടെ സ്പൗസ് വരും ഇഫ് യു ഹാവ് മാരീഡ്, അതേപോലെ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ 18 വയസ്സിന് താഴെയെങ്കിൽ അവരും ഉൾപ്പെടും. And the property held by a family in different location or different places, cities have been clubbed while applying the land and property holding test to determine the EWS status. അപ്പോൾ ചില ആൾക്കാർക്ക് പല സ്ഥലങ്ങളിലായിരിക്കും, പല ഏരിയാസിലായിരിക്കും അവരുടെ സ്ഥലങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്ന 5 acres ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് പോലുള്ള കാര്യങ്ങളവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബേസിക് ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ജനറൽ കാൻഡിഡേറ്റാണ് EWSന് അപ്ലൈ ചെയ്യുവാൻ പറ്റുക. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ UPSC സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ആരാണ് നമുക്ക് ആ EWS സർട്ടിഫിക്കറ്റ് തരുന്നത്, അതായത് നിങ്ങൾക്ക് ആരുടെ അടുത്താണ് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ UPSCയുടെ തന്നെ സൈറ്റിൽ പറയുന്നതാണ്. The eligible person or the competent authority who should be providing you the EWS certificate include ഒന്ന് district magistrate, additional district magistrate, collector, deputy commissioner, additional deputy commissioner or first class type entry magistrate, sub-divisional magistrate, taluk magistrate, executive magistrate or extra assistant commissioner. അപ്പോൾ കളക്ടറിൻ്റെ പോസ്റ്റിൽ വരുന്ന ആൾക്കാർ. 2 ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ്, അഡീഷണൽ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ഓർ പ്രസിഡൻസി മജിസ്ട്രേറ്റ്, റവന്യൂ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തഹസിൽദാർ, സബ് ഡിവിഷണൽ ഓഫീസർ ഓഫ് ദി ഏരിയ വെർ ദി കാൻഡിഡേറ്റ് ആൻഡ് ഹിസ് ഓഫ് ഫാമിലി നോർമലി റിസൈഡ്സ്, അഡ്മിനിസ്ട്രേറ്റർ സെക്രട്ടറി ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ലക്ഷദ്വീപ്. അപ്പോൾ നമ്മളുടെ കേസിൽ മോസ്റ്റ്ലി ആപ്ലിക്കബിൾ ആകാരായിരിക്കും തഹസിൽദാർ ആയിരിക്കും. അപ്പോൾ റവന്യൂ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തഹസിൽദാറിന് അടുത്തുനിന്നാണ് നമ്മൾ നോർമലി EWS സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ സാധ്യത. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കേരള ഗവൺമെൻറ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ EWS അപ്ലൈ ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി EWS അപ്ലൈ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്.
കേരള ഗവൺമെൻറ് EWS നിങ്ങൾ കിട്ടുന്നത് വില്ലേജ് ഓഫീസറിൻ്റെ അടുത്തായിരിക്കും. പക്ഷേ വെൻ യു അപ്ലൈ ഫോർ ദി സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ ലൈക്ക് UPSC, നിങ്ങൾ എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്? യു ഷുഡ് ബി അപ്ലൈയിങ് ഫ്രം ദി തഹസിൽദാർ. അപ്പോൾ തഹസിൽദാറിൻ്റെ അടുത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത്? സോ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നോർമലി യു ഷുഡ് ബി അപ്രോച്ചിങ് യുവർ കറസ്പോണ്ടിങ് വില്ലേജ് ഓഫീസ്. കാരണം വില്ലേജ് ഓഫീസറിൻ്റെ അടുത്ത് നിന്നൊരു ശുപാർശ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന രീതിയിൽ നമുക്കത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് തഹസിൽദാറിൻ്റെ ഓഫീസിലേക്ക് പോയാൽ ഒരു പക്ഷേ നടന്നുകൊള്ളുന്നില്ല. സോ യു ഷുഡ് ബി ഗോയിങ് ടു ദി വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസിനകത്ത് പോയിട്ട് യു ഷുഡ് ബി ഗെറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ. ഏകദേശം എന്താ ഇങ്ങനെ ഉണ്ടാവും. ആപ്ലിക്കേഷൻ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം, പ്രസൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യണം, പോസ്റ്റൽ അഡ്രസ്സ് എൻ്റർ ചെയ്യണം, അതുപോലെ ഇൻകം സ്റ്റാറ്റസ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളിവിടെ ലൈക്ക് വി ഷുഡ് ബി ഗിവിങ് അവർ അഫർമേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്കില്ല എന്നുള്ളത്. അതേപോലെ നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോമും റേഷൻ കാർഡ്, അതേപോലെ തന്നെ കോപ്പി ഓഫ് IT റിട്ടേൺസ്, നമ്മുടെ ഇൻകം കാണിക്കുന്ന മറ്റ് ഡോക്യുമെൻറ്റ്സ്, അതേപോലെ അഫിഡവിറ്റ്, ലൈക്ക് നമ്മുടെ ഇതൊന്നും ഇല്ല, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നൊക്കെ കാണിക്കുന്ന ഒരു അഫിഡവിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി അപ്ലൈയിങ് ടു ദി വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ യൂഷ്വലി ദേ ഗിവ് എ റെക്കമെൻഡേഷൻ ആൻഡ് ദേ മൈറ്റ് സെൻഡ് ഇറ്റ് ടു ദ തഹസിൽദാർ ഓഫീസ്. അല്ലെങ്കിൽ സംടൈംസ് നമുക്കത് കയ്യിൽ വാങ്ങിയിട്ട് നമുക്ക് തന്നെ തഹസിൽദാർ ഓഫീസിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പല സ്ഥലത്തും പല ടൈം പ്രൊസീജിയർ എടുത്തിട്ടാണ് നമുക്കത് കിട്ടുക. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ EWS സർട്ടിഫിക്കറ്റ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ EWS സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ഈ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ 1 ഇയർ ആണ്. അപ്പോൾ ഏത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ EWS സർട്ടിഫിക്കറ്റാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്? ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് 2025 UPSC പ്രിലിംസ് UPSCയുടെ നോട്ടിഫിക്കേഷൻ എടുത്ത പാരഗ്രാഫാണ്. 2025. അപ്പോൾ 2026 അത് വരുമ്പോൾ ബേസിക്കലി നമ്മൾ ഇതിലേക്ക് ഒരു ഇയറും കൂടി ആഡ് ചെയ്താൽ മതിയാവും. 2025 UPSC നോട്ടിഫിക്കേഷൻ പറയുന്നത് എന്താണ്? എ കാൻഡിഡേറ്റ് വിൽ ബി എലിജിബിൾ ടു ഗെറ്റ് ദി ബെനിഫിറ്റ് ഓഫ് EWS റിസർവേഷൻ ഓൺലി ഇൻ കേസ് ദി കാൻഡിഡേറ്റ്സ് മീറ്റ് ദി ക്രൈറ്റീരിയ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ഇസ് ഇൻ പൊസഷൻ ഓഫ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ഓൺ ഇൻകം ഫോർ ഫിനാൻഷ്യൽ ഇയർ, ഏത് ഫിനാൻഷ്യൽ ഇയർ 2023-2024 and issued on or after 01/04/2024, അതായത് after the completion of financial year 23-24 and not later than the closing date of online application of civil service examination 11th February 2025. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇത് ഞാൻ 2025 നോട്ടിഫിക്കേഷൻ എടുത്തതാണ്. അപ്പോൾ 2026 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ഓരോ വർഷം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2025 23-24 ഫിനാൻഷ്യൽ ഇയർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ 2026 യു വിൽ നീഡ് സർട്ടിഫിക്കറ്റ് ഓഫ് 24-25, അതായത് 2024-2025 എന്ന് പറയുന്ന വർഷത്തിലെ ഫിനാൻഷ്യൽ ഇയറിലെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ആവശ്യം. അത് എന്ന് ഇഷ്യൂ ചെയ്തായിരിക്കണം? നോർമലി 0.1, അതായത് 1st April 2025 ശേഷം ഇഷ്യൂ ചെയ്തതായിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ ഡേറ്റ് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ 24-25 സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ആവശ്യം. 1/4/2025 ശേഷം അപ്ലൈ ചെയ്തതായിരിക്കണം. ആൻഡ് 1/4/2025 ശേഷം അപ്ലൈ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതായിരിക്കണം. എന്നാൽ ഈ UPSC നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ ഫൈനൽ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുമല്ലോ, അതിന് മുമ്പും കിട്ടിയതായിരിക്കണം. കാരണം ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ, നിങ്ങൾ പ്രിലിംസിന് വേണ്ടി ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രിലിംസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ ഈ സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരുന്നല്ലോ, യു ക്യാൻ സി സർട്ടിഫിക്കറ്റ് നമ്പർ. ഈ സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും ഡ്യൂറിംഗ് ദി ടൈം പീരീഡ് ഓഫ് അപ്ലിക്കേഷൻ. ഓക്കെ, റിക്വയർഡ് ടു ഇൻഡിക്കേറ്റ് ദി ഡീറ്റെയിൽസ് ഓഫ് ദി സർട്ടിഫിക്കറ്റ്. അല്ലാതെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് ആ മെയിൻസിന് പോകുന്ന സമയത്ത് അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ ആ സർട്ടിഫിക്കറ്റ് അപ്പം കിട്ടിയാൽ മതിയോ? അല്ല, നിങ്ങൾ ഇപ്പോഴേ വാങ്ങി വെക്കണം. ഈ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ പ്രിലിംസിന് ശേഷം മെയിൻസിന് ഡാഫ് ഫില്ല് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വൺസ് യു ക്ലിയർ ദി മെയിൻസ്, വെൻ യു ഗോ ഫോർ ദി ഇൻ്റർവ്യൂ, അപ്പോൾ നിങ്ങൾ അവിടെ ഒറിജിനൽ കോപ്പി പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ കിട്ടുന്നത് വി ഷുഡ് ബി കീപ്പിംഗ് ഇറ്റ് ത്രൂ ഔട്ട് യുവർ ജേർണി ഫോർ ദി 2026 സെലക്ഷൻ. അപ്പോൾ ആ സമയത്ത് ഫൈനൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഒറിജിനൽ കോപ്പി അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് EWS സർട്ടിഫിക്കറ്റോട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് UPSC പറയുന്നുണ്ട്. അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം.
ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എലിജിബിൾ ആണെന്ന് 100% ഉറപ്പ് വരുത്തണം. ലൈക്ക് അത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ തന്നെ ക്യാൻസൽ ചെയ്യുമെന്നാണ് പറയുന്നത്, ഒന്നാമത്. രണ്ടാമത് പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പ്, അതേപോലെ തന്നെ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഏപ്രിൽ 1 തൊട്ട് ആ ഡേറ്റിനിടയിലേക്ക് വാങ്ങിച്ചതായിരിക്കണം. ഞാൻ നേരത്തെ കാണിച്ച പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലായിരിക്കണം. ആ ഫോർമാറ്റ് നമുക്ക് അവിടെ കിട്ടും, upsc.gov.in നിന്ന് അവിടെ ഫോംസ് ആൻഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ നേരത്തെ കാണിച്ച ലിസ്റ്റ് ഓഫ് ആൾക്കാരിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ കോമ്പറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് തന്നെ വാങ്ങിയതായിരിക്കണം. ദെൻ ആ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ വേണം? സിഗ്നേച്ചർ, സ്റ്റാമ്പ്, അതായത് ഓഫീസ് സീൽ വേണം ഇഷ്യൂയിങ് അതോറിറ്റിയുടെ. അതേപോലെ അതൊരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൻ്റെതായ കൺസേൺ കാര്യങ്ങളും വേണം. പിന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സർട്ടിഫിക്കറ്റിലെ പേര് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സ്കൂൾ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിലെ സെയിം പേര് തന്നെയായിരിക്കണം. വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ ആവശ്യം, ആ ഫിനാൻഷ്യൽ ഇയറിലെ, നമ്മൾ പറഞ്ഞിരുന്നല്ലോ ആ ഒരു മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിലെ തന്നെ സർട്ടിഫിക്കറ്റ് ആണെന്നും ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് EWS റിസർവേഷൻ നമ്മൾ എലിജിബിൾ ആയിട്ട് നമുക്ക് ലൈക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. Okay, so this is regarding EWS certificate and application and other details. I hope that this video was useful for you. Thank you very much.